റവ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് റവ എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് റവ മുങ്ങിക്കിടക്കാനുള്ള പാൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റാണ്. ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 4 മുട്ടയും ചെയ്തെടുക്കുക. ഇനി വേവിച്ച് വെച്ച ക്യാരറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് 1 സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായി അരച്ചെടുക്കുക. ഇതിലേക്ക് റവ പാലോ മുട്ട കൂടി വെച്ചില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ക്യാരറ്റ് അരച്ച ജാറിലേക്ക് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഞാൻ 1 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. മധുരം കൂടുതൽ വേണ്ടാത്ത കുറച്ചുകൂടി പഞ്ചസാര എടുക്കാം കേട്ടോ. എനിക്ക് മധുരം കുറച്ച് മതി. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. മുട്ട ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരച്ച് വെച്ചില്ലേ റവ മിക്സ്, അത് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.